തകർക്കപ്പെട്ട ചില വ്യക്തികൾ വിത്ത് ബ്രോക്കൺ സ്റ്റോറീസ്. എന്താണ്? ചില തകർച്ചയുടെ കഥകളാണ്. പക്ഷേ അവിടെയൊക്കെയാണ് ഞാനെപ്പോഴും പറയാറുണ്ട്, ഷെയിം സ്റ്റോറീസ്. നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഷെയിം എന്ന് പറഞ്ഞാൽ അപമാനം, അല്ലേ? അപമാനത്തിൻ്റെ കഥകൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇവിടെ നിങ്ങളെല്ലാം മാന്യന്മാരാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് അപമാനത്തിൻ്റെ കഥകൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ പഠിക്കുന്ന കാലത്തും സ്കൂളിലും കോളേജിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലുമൊക്കെ അപമാനത്തിൻ്റെ ഒരുപാട് കഥകളുണ്ട്. അപമാനിക്കപ്പെട്ടതിൻ്റെ ഒരുപാട് കഥകൾ എനിക്കും പറയാനുണ്ട്. പക്ഷേ അതോർത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ തയ്യാറല്ല. കാര്യം ഞാൻ വിശ്വസിക്കുന്നു, ഷെയിം സ്റ്റോറീസ് ക്യാൻ സ്റ്റേ ഷെയിം സ്റ്റോറീസ് ഇഫ് ദേ ആർ ഇൻ ദ ഡാർക്ക്. ഈ അപമാനത്തിൻ്റെ കഥകളായിട്ട് തന്നെ ഇരിക്കും അത് ഇരുട്ടത്ത് വെച്ചുകൊണ്ടിരുന്നാൽ. വെറാസ് വെൻ ദേ ആർ ബ്രോട്ട് അപ്പ് ഇൻ ദ ലൈറ്റ് ദേ ക്യാൻ ബി ഗ്രേസ് സ്റ്റോറീസ്. അത് കൃപയുടെ കഥകളായിട്ട് മാറും. എത്ര പേർക്കത് മനസ്സിലായി? നിങ്ങൾക്കത് അപമാനത്തിൻ്റെ കഥയാണോ നിങ്ങൾക്ക് വേണ്ടിയത്, അതോ കൃപയുടെ കഥയാണോ വേണ്ടിയത്? ഒരു പക്ഷേ നിങ്ങൾക്കിന്ന് പറയാനുള്ള അപമാനത്തിൻ്റെ കഥയായിരിക്കും, പക്ഷേ അത് ദൈവം കൃപയുടെ കഥകളായിട്ട് മാറ്റിയെടുക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് എത്ര പേരെന്ന് വിശ്വസിക്കും? You may rather hide the things that happened in the past. You are afraid to bring it into the light. അത് വെട്ടത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക്, അയ്യോ നിങ്ങൾക്കിപ്പോൾ എന്നെ ഒരു വിലയുണ്ട്, ഞാൻ അതും കൂടെ അങ്ങ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടുള്ള വില എന്നേക്കുമായിട്ട് പോയി കിട്ടും. മേ ബി മെനി സ്റ്റോറീസ് ആർ വെരി മെസ്സി ആൻഡ് അൺകംഫർട്ടബിൾ. അത് പറയാനും കൊള്ളത്തില്ല, അത് കേട്ടിരിക്കാനും കൊള്ളത്തില്ല. അത്രയ്ക്ക് നമ്മുടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ നാറ്റക്കേസാണ്. അതാണ് മെസ്സി എന്ന് പറയുന്നത്. യേശു താൻ ജനിച്ച് വന്ന് പിള്ളേരോടെ കളിക്കാൻ തുടങ്ങിയപ്പം അവിടെ പിള്ളേർ വരെ കളിയാക്കുന്ന തച്ചൻ്റെ മോനെ. താൻ എവിടെയാ ജനിച്ച് വളർന്നു വരുന്നത്? ജനിച്ചത് ബെത്ലഹേമിൽ, വളർന്നത് എവിടെയാ? നസറേത്ത്. എന്താ ആ നാടിനെ പറ്റിയുള്ള നല്ല പേരുണ്ട്. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നിങ്ങളെപ്പറ്റി ഇതായിരിക്കും പറയുന്നത്, വല്ല നന്മയും വരുമോ? ഇനി അങ്ങനെ ഒരുപാട് അപമാനം സഹിച്ച ആ യേശു ബാലനും വളരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ നിന്ന പരിഹാസം, ദുഷി, വേദന, മുറിവ്, ഒറ്റപ്പെടൽ, ബിട്രയൽ, ഡിനായൽ, ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ അനുഭവിക്കാതിൻ്റെ മുഴുവൻ അനുഭവിച്ച് കഴിഞ്ഞ ശേഷം, അവസാനത്തെ തുള്ളി ചോരയും കൊടുത്ത ശേഷം താൻ കണ്ണടച്ചു. അവനന്ന് കണ്ണടച്ചത് കാരണം നമ്മുടെ കണ്ണ് തുറന്നു. എത്ര പേര് വിശ്വസിക്കുന്നു?